ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഡ്രില്ലിംഗ് മെഷീൻ. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഹോള് ഡ്രില്ല് ചെയ്യാൻ വേണം. നമുക്കൊരു ഡ്രില്ല് ഉപയോഗിച്ച് ഒരു ഡ്രില്ലിംഗ് മെഷീനെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റൗണ്ട് ഹോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ കുറച്ച് റീമിങ്, ടാപ്പിംഗ് പോലെ ജോലികളും ഇതുപയോഗിച്ച് ചെയ്യാൻ പറ്റും. The drilling machine is considered as one of the most important machine in a workshop next to lathe. ഒരു വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ്. അതിന് പറ്റുന്ന ഉപകരണമാണ് ലെയ്ത്ത്. നമുക്കറിയാം, റൗണ്ട് വർക്ക് ഹോൾഡ് ചെയ്യാനും അതിന് മുകളിൽ ത്രെഡിങ്ങോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലെയ്ത്ത്. ആ ലെയ്ത്തിന് ശേഷം വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ഡ്രില്ലിംഗ് മെഷീൻ. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഡിസൈൻ വാസ് ടു ഡ്രിൽ എ ഹോൾ. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഹോള് ഡ്രില്ല് ചെയ്യാനാണ്. However, it can perform a number of similar operations also. ഡ്രിൽ ചെയ്യുന്നതിന് പുറമെ ഇതുപയോഗിച്ച് ഇതേപോലെയുള്ള വേറെ ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും. ദ ഡ്രില്ലിംഗ് മെഷീൻസ് ആർ മെയ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് ടൈപ്സ് ആൻഡ് സൈസസ്. ഡ്രില്ലിംഗ് മെഷീൻ വിവിധ വെറൈറ്റി ഓഫ് ടൈപ്സ്, വിവിധ തരത്തിലും അതുപോലെ വിവിധ ഷേപ്പിലൊക്കെ ലഭ്യമാണ്. ദ പർപ്പസ് ഓഫ് ഈച്ച് ടു ഹാൻഡിൽ എ ക്ലാസ് ഓഫ് വർക്ക് ഓർ സ്പെസിഫൈഡ് ജോബ്. ഒരു പ്രത്യേക ജോബ് അല്ലെങ്കിൽ പ്രത്യേക ടാസ്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ്റെ ടൈപ്പാണ് ഇത് പറയുന്നത്. ദ പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ് ആണ്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻസ് പരിശോധിക്കാം. ദ സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ ഒന്നാമതാണ്. സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ. നെക്സ്റ്റ്, ദ പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. പില്ലർ ഡ്രില്ലിംഗ് മെഷീനാണ് അടുത്തത്. ദ റേഡിയൽ ആം ഡ്രില്ലിംഗ് മെഷീൻ. അതിന് മറ്റൊരു പേരാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. റേഡിയൽ ആം ഡ്രില്ലിംഗ് മെഷീൻ ഓർ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. നെക്സ്റ്റ്, ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ അടുത്തത്. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഹെഡ് ഡ്രില്ലിംഗ് മെഷീൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന തരങ്ങൾ. ഇത് ഓരോന്നും വേറെ വേറെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ്, സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ. ഒന്നാമത്തെ തരാണത്. ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. നമ്മൾ അടുത്ത ഭാഗം ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ദ വേരിയസ് പാർട്സ് ആർ മാർക്കഡ്. പ്രത്യേക പാർട്സൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പാർട്സൊക്കെ ഒന്ന് പരിശോധിക്കുക. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസ്. നമ്മൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം, തറയിൽ അല്ലെങ്കിൽ ബെഞ്ചിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ബേസ്. നെക്സ്റ്റ്, വർക്ക് ടേബിൾ. മോഡ് വർക്ക് ടേബിൾ കാണാം, വർക്ക് ഫിറ്റ് ചെയ്യുന്ന ടേബിൾ കാണാൻ പറ്റും. അതേമാതിരി വർക്ക് ടിൽറ്റിംഗ് ലിവർ, നമ്മൾ വർക്ക് തിരിക്കാൻ വേണ്ടി ഒരു ആംഗിളിലൊക്കെ നമുക്ക് ഡ്രിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത്. അടുത്തത് ടേബിൾ ക്ലാമ്പിംഗ് ലിവർ. ടേബിൾ മുകളിലൂടെ താഴോട്ട് നീക്കുന്നതിന് വേണ്ടി ഒരു ക്ലാമ്പിംഗ് ലിവർ ഉണ്ട്. അടുത്തത് കോളം, പില്ലർ പോലുള്ള കോളം കാണാൻ പറ്റും. പിന്നെ സ്പിൻഡിൽ ആക്സിസ് ചക്ക്. സ്പിൻഡിലിന് സെൻട്രൽ ഒരു ആക്സിസ് ഉണ്ട്. അതുപോലെ ചക്ക് ഉണ്ട്. ചക്ക് എന്ന് പറഞ്ഞാൽ ഡ്രില്ല് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രില്ല് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചക്ക്. ഇനി വലിയ ടൈപ്പ് ടാപ്പർ ഷാമ്പർ ഡ്രില്ലാണെങ്കിൽ നമുക്ക് നേരെ ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്താലും മതി. അതാണ് വ്യത്യാസം. അടുത്തത് ഡ്രൈവിംഗ് മോട്ടർ. നമ്മൾ ഫസ്റ്റ് കറണ്ട് കണക്ഷൻ മോട്ടറാണ്. ആ മോട്ടറാണ് ആദ്യം വർക്കുന്നത്. അതിൻ്റെ ആണ് മോട്ടർ, കറണ്ട് മോട്ടറാണ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട്. പിന്നെ അതിന് മുകളിൽ ഒരു ബെൽറ്റ് ഉണ്ട്. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡ്രില്ലിംഗ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെപ്ത് ഗേജ് ആൻഡ് സ്റ്റോപ്പ്. ഡെപ്ത് ഗേജ് ആണ് എത്ര ആഴത്തിലുള്ള ഹോളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും താഴെ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു ഡ്രില്ലിംഗ് മെഷീൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇത് സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ. എന്താണ് സെൻസിറ്റീവ് എന്ന് ഉദ്ദേശിച്ചാൽ സെൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ എത്രയാണോ നമ്മൾ ഒരു ഹോൾ ഡ്രില്ല് ചെയ്യേണ്ടത് അത് നമ്മൾ കൈകൊണ്ട് സെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കൈ ഉപയോഗിച്ച് സെൻസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ എത്ര ഫീഡ് കൊടുക്കണം, എത്ര താഴ്ത്തണം. ഇപ്പോൾ കനം കൊണ്ട് ഡ്രില്ലാണെങ്കിൽ ചെറുതായിട്ട് മാത്രമേ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡ്രില്ല് പൊട്ടിപ്പോകും. പക്ഷേ വലിയ ഡ്രില്ലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രസ്സിങ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ സെൻസ് ഉപയോഗിച്ച് ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. അതാണ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ രണ്ട് തരത്തിലുണ്ട്. ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീനും പില്ലർ ഡ്രില്ലിംഗ് മെഷീനും. അതിൽ ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ബെഞ്ചിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പാണ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. അതുപോലെ കുറച്ച് ചെറിയ ഡ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു
12.5 mm ഡ്രില്ല് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റ് ഡ്യൂട്ടി വർക്ക്, ചെറിയ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദിസ് മെഷീൻ ഈസ് കേപ്പബിൾ ഓഫ് ഡ്രില്ലിംഗ് ഹോൾസ് അപ് ടു 12.5 mm ഡയമീറ്റർ, 12.5 mm ഡയമീറ്റർ വരെ ഉള്ള ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ദ ഡ്രിൽസ് ആർ ഫിറ്റഡ് ഇൻ ദ ചക്ക് ഓർ ഡയറക്ട്ലി ടാപ്പേഡ് ഹോൾ ഇൻ ടു ദി മെഷീൻ സ്പിൻഡിൽ. ഒന്നുകിൽ ചക്കിൻ്റെ മുകളിൽ ഡ്രില്ല് ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്പിൻഡിനുള്ളിൽ ഒരു ടാപ്പേഡ് ഹോൾ ഉണ്ടാവും, അതൊരു മോൾ സ്റ്റാപ്പർ ഹോൾ ഉണ്ടാവും, അവിടേക്ക് നമുക്ക് നേരെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ആണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത്, ദ ഡ്രിൽസ് ആർ ഫിറ്റഡ് ഓൺ ദ ചക്ക് ഓർ ഡയറക്ട്ലി ടാപ്പേഡ് മെഷീൻ സ്പിൻഡിൽ. നോർമൽ ഡ്രില്ലിംഗ് ദ വർക്ക് സർഫസ് ഈസ് കെപ്റ്റ് ഹൊറിസോണ്ടൽ. സാധാരണ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ടേബിൾ കറക്റ്റ് ഹൊറിസോണ്ടലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇഫ് ദ ഹോൾസ് ആർ ടു ബി ഡ്രിൽഡ് അറ്റ് ആൻ ആംഗിൾ ദ ടേബിൾ കാൻ ബി ട്വിസ്റ്റഡ്. നമുക്ക് ഒരു ആംഗിളിലാണ് ഡ്രില്ല് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ടേബിളിൽ നമുക്ക് തിരിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞത്. നമ്മൾ ബെഞ്ച് വൈസ് എന്ന് പറഞ്ഞാൽ വർക്ക് ബെഞ്ചിൻ്റെ മുകളിലാണ് വൈസ് വെക്കുന്നത്. അതുപോലെ വർക്ക് ബെഞ്ചിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒരു കട്ടനോട് ഒരു ഹൈറ്റിലൊരു ഇതുണ്ടാക്കുക, എന്നിട്ട് അതിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്നത്. അതാണ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ്റെ പ്രത്യേകത. അപ്പോൾ അതിന് ഹൈറ്റ് പൊതുവെ കുറവായിരിക്കും. ഇനി അടുത്ത് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പീഡ് ചേഞ്ചിങ് മെക്കാനിസമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു മോട്ടർ 1500 RPM കറങ്ങും. എന്താണ് RPM? RPM എന്ന് പറഞ്ഞാൽ റവല്യൂഷൻ പെർ മിനിറ്റ്. റവല്യൂഷൻ പെർ മിനിറ്റ് ആണ് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നു. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സിക്കാണ് പൊതുവെ ഏറ്റവും കൂടുതൽ RPM. അതേപോലെ നമ്മൾ കട്ടിങ് ഗ്രൈൻഡറിനൊക്കെ ഏറ്റവും കൂടുതൽ RPM ആണ്. 2000-3000 ഒക്കെ RPM അത് കറങ്ങും. അപ്പോൾ 3000 RPM എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ അത് 3000 പ്രാവശ്യം കറങ്ങും. എന്നാൽ വീട്ടിലെ വെള്ളം അടിക്കുന്ന മോട്ടറൊക്കെ 1200 RPM ഒക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് മോട്ടറിന് കൊടുക്കുന്ന അതേ RPM ഡ്രില്ല് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഡ്രില്ല് മിക്കവാറും കുറച്ച് കുറഞ്ഞതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കനം കുറഞ്ഞ ഡ്രില്ലാണ് RPM കൂട്ടുക. എന്നാൽ കനം വളരെ കനം കൂടിയ ഡ്രില്ലൊക്കെ ആണെങ്കിൽ, ഡയമീറ്റർ കൂടിയ ഡ്രില്ലാണെങ്കിൽ ചിലപ്പോൾ RPM കുറയും. അപ്പോൾ ഓരോ തരം ജോബിനും ഓരോ തരം RPM ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് RPM ആവശ്യത്തിന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെക്കാനിസമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. RPM കൂട്ടാനും കുറയ്ക്കാനും. മോട്ടറിന് സ്ഥിരമായ ഒരു സ്പീഡ് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഡ്രില്ലിൽ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റെപ്ഡ് കോൺപുള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്റ്റെപ്ഡ് കോൺപുള്ളിയെ ചിത്രം കാണിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്ത് 2 കോൺപുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. മോട്ടറിൻ്റെ മുകളിൽ ഒരു കോൺപുള്ളി, അതുപോലെ ഡ്രില്ലിൻ്റെ മുകളിൽ വേറെ കോൺപുള്ളി. എന്നാൽ മോട്ടറിൻ്റെ മുകളിലുള്ള കോൺപുള്ളി അല്ലെങ്കിൽ ഒരു കപ്പി അല്ലെങ്കിൽ ഒരു പുള്ളി, സ്റ്റെപ്ഡ് പുള്ളി റിവേഴ്സാണ് ഓപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്ത് 2 തരത്തിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും മുകളിൽ വലതുവശത്ത് ഡയമീറ്റർ കൂടുതലാണെങ്കിൽ ഇടതുവശത്ത് ഡയമീറ്റർ കുറവായിരിക്കും. അപ്പം ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുക ഹൈ സ്പീഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. എന്താ ഹൈ സ്പീഡ് എന്നതിൻ്റെ അർത്ഥം? മോട്ടറിനേക്കാളും കൂടുതൽ കറങ്ങും ഡ്രില്ല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിലുള്ള ഡ്രിൽ പുള്ളി, ആ പുള്ളിയുടെ ഡയമീറ്ററിനേക്കാൾ കുറവാണ് ഇടതുഭാഗത്തുള്ള പുള്ളി. അപ്പോൾ മോട്ടറിൻ്റെ പുള്ളി ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ചിലപ്പോൾ 2 പ്രാവശ്യം ഇത് കറങ്ങും, ഡ്രില്ല് കറങ്ങും. അപ്പോൾ 1500 RPM ആണ് മോട്ടറിൻ്റെതെങ്കിൽ 3000 RPM ഡ്രില്ല് കറങ്ങും. ഒന്നാമത്തെ മെക്കാനിസം. രണ്ടാമത്തത് നോർമൽ സ്പീഡ്, സാധാരണ സ്പീഡ്. എത്രയാണോ മോട്ടറിൻ്റെ സ്പീഡ് അത്ര തന്നെയാണ് ഡ്രില്ലിൻ്റെ സ്പീഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടും സെയിം ഡയമീറ്ററാണ്. ഒരു ബെൽറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ട് രണ്ടും സെയിം ഡയമീറ്റർ തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1500 RPM മോട്ടർ കറങ്ങുകയാണെങ്കിൽ 1500 RPM ഡ്രില്ലും കറങ്ങും. ഇനി മൂന്നാമത്തെ ഏറ്റവും താഴെയുള്ളത് നോക്കുക, സ്ലോ സ്പീഡ്. വലിയ ഡ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ലോ സ്പീഡാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മെക്കാനിസം അനുസരിച്ചിട്ട് മോട്ടറിൻ്റെ പുള്ളീൻ്റെ ഡയമീറ്റർ കുറവും ഡ്രില്ലിൻ്റെ പുള്ളിയുടെ ഡയമീറ്റർ കൂടുതലുമാണ്. അതുകൊണ്ട് മോട്ടറിൻ്റെ പുള്ളി മോട്ടറിൻ്റെ പുള്ളി 2 പ്രാവശ്യം കറങ്ങുമ്പോൾ ചിലപ്പോൾ ഡ്രില്ലിൻ്റെ പുള്ളി 1 പ്രാവശ്യം കറങ്ങുന്നുള്ളൂ. മോട്ടറിൻ്റെ പുള്ളി 2 പ്രാവശ്യം കറങ്ങുമ്പോൾ, കാരണം ഡയമീറ്ററിന് മാറ്റമുണ്ട്. ഇതിന് പകുതിയാണ് ആ ഡയമീറ്ററുള്ളത്. മോട്ടറിൻ്റെ പുള്ളിക്ക് 50 ഡയമീറ്റർ എങ്കിൽ ഡ്രില്ലിൻ്റെ പുള്ളിക്ക് 100 ഡയമീറ്റർ. അപ്പോൾ 2 പ്രാവശ്യം കറങ്ങും. മോട്ടറിൻ്റെ പുള്ളി 2 പ്രാവശ്യം കറങ്ങുമ്പോൾ ഡ്രില്ലിൻ്റെ പുള്ളി 1 പ്രാവശ്യം മാത്രമേ കറങ്ങുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ 1500 2000 RPM കറങ്ങുമെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്തായിട്ട് 1000 RPM ആയിട്ട് മാറും. നേരെ പകുതിയാവും. മോട്ടറിൻ്റെ പകുതി RPM മാത്രമേ ഡ്രില്ല് കറങ്ങുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മെക്കാനിസമാണ് ഇതിൽ വരുന്നത്. ഡിഫറൻറ്റ് സ്പിൻഡിൽ സ്പീഡ്സ് ആർ അച്ചീവ്ഡ് ബൈ ചേഞ്ചിങ് ദ ബെൽറ്റ് പൊസിഷൻ ഓൺ ദ സ്റ്റെപ്ഡ് പുള്ളി. അപ്പോൾ സ്റ്റെപ്ഡ് പുള്ളിയിൽ ആവശ്യമായ ബെൽറ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.
ഇനി അടുത്തത് പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. പില്ലർ പേര് സൂചിപ്പിക്കുന്ന പോലെ പില്ലർ എന്ന് പറഞ്ഞാൽ തൂണ്, കുറച്ച് ഹൈറ്റിലൊരു പില്ലർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഡയറക്റ്റ് തറയിൽ അല്ല നിലത്ത് ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനാണ്. അതുകൊണ്ട് തന്നെ ഒരു ബെഞ്ചിന് മുകളിൽ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഹൈറ്റ് കൂടുതലുണ്ടാകും. ഇത് കുറച്ച് ഹെവി ഡ്യൂട്ടി ഡ്രില്ലിംഗ് മെഷീനാണ് പ്രത്യേകത. ദിസ് ഈസ് ആൻ എൻലാർജ്ഡ് ഓഫ് ദ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ. സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചാൽ വലിയ മോഡലാണ് ഉള്ളത്. These drilling machines are mounted on the floor and driven by the more powerful electric motors. ഇതിൻ്റെ താഴെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, കുറച്ചുകൂടി പവർഫുൾ ഇലക്ട്രിക് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി വലിയ ഡ്രില്ല് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി പവർഫുൾ മോട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദേ ആർ ആൾസോ യൂസ്ഡ് ടു ലൈറ്റ് ഡ്യൂട്ടി വർക്ക്. ഇത് ലൈറ്റ് ഡ്യൂട്ടിക്ക് വർക്കിനാണ് ഉപയോഗിക്കുന്നത്. പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസസ്. ഇത് വ്യത്യസ്ത സൈസിൽ ഇത് ലഭ്യമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ദ ലാർജർ മെഷീൻസ് ആർ പ്രൊവൈഡഡ് വിത്ത് റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ടു റേസ് ആൻഡ് ടേബിൾ ഫോർ സെറ്റിംഗ് വർക്ക്. ഇതിന് ടേബിൾ ഉയർത്താനും താഴ്ത്താനായിട്ട് ഒരു റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം. റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു റോഡിന് മുകളിൽ ഇങ്ങനെ ഗിയർ കട്ട് ചെയ്തിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പിനിയൻ, ഒരു പൽച്ചക്രം കട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഈ പൽച്ചക്രം നമ്മൾ കറങ്ങുമ്പോൾ ടേബിൾ മുകളിലോട്ടും താഴോട്ടും നീങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഒരു മെക്കാനിസം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് താഴെ നിലത്ത് കൊടുക്കണം. അതുകൊണ്ട് അതിൻ്റെ പില്ലറിന് നീളം, അതിൻ്റെ കോളത്തിന് നീളം കൂടുതലായിരിക്കും. ഇനി അടുത്തത് വേറെ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനാണ് റേഡിയൽ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. റേഡിയൽ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ റേഡിയൽ ആം ഉണ്ടായിരിക്കും. റേഡിയൽ ആം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണമായിട്ട് ഒരു ഷോൾഡറിൻ്റെ മുകളിൽ കൈ എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമുക്ക് കൈ രണ്ട് ഭാഗത്തും നീക്കാൻ പറ്റും, മുകളിലത്തേക്കും താഴോട്ടും നീക്കാൻ പറ്റും. അപ്പം സാധാ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ്റെ മുകളിൽ നമ്മൾ ഒരിക്കലും നമുക്ക് ഹെഡ് അല്ല ഡ്രില്ല് രണ്ട് ഭാഗത്തും നീക്കാൻ പറ്റില്ല, ടേബിൾ മാത്രം നീക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നമുക്ക് ഡ്രില്ലാണ് നീക്കുന്നത്. വർക്ക് ടേബിളിൽ വർക്ക് സ്റ്റഡിയായി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് എന്താ മുന്നോട്ട് പുറകോട്ട് രണ്ട് വശങ്ങളിലൊക്കെ നമുക്ക് നീക്കാൻ പറ്റും. അങ്ങനെ ഒരു കൈ പോലെ ഒരു ആം പോലെയുള്ള ഭാഗം അതിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് നോക്കി അറിയാൻ പറ്റും. താഴെ ടേബിളുണ്ട്, സ്പിൻഡിലുണ്ട്, പിന്നെ ഓൺ ഓഫ് മെഷീൻ ഉണ്ട്. ആം പുറത്ത് മുകളിലേക്കും താഴത്തേക്കും പോകാൻ വേണ്ടി മുകളിൽ ചെറിയ മോട്ടറുകളുണ്ട്. പിന്നെ കോളം, റേഡിയൽ ആം, ഡ്രിൽ, ഇതൊക്കെ നമുക്കതിൽ കാണിച്ചിട്ടുണ്ട്. ദ പ്രൈമറി ഇൻറ്റൻഷൻ ഓഫ് ദിസ് ഇസ് ഡ്രിൽ മീഡിയം ആൻഡ് ഹെവി വർക്ക് പീസസ്. കുറച്ച് വലിയ വർക്ക് പീസൊക്കെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിലാണ് ഇത് കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. റേഡിയൽ ഡ്രിൽ മെഷീൻസ് ആർ യൂസ്ഡ് ഡ്രിൽ. റേഡിയൽ ഡ്രിൽ മെഷീൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ലാർജ് ഡയമീറ്റർ ഹോൾസ്, വലിയ ഡയമീറ്ററുള്ള ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടി. മൾട്ടിപ്പിൾ ഹോൾസ് ഇൻ വൺ സെറ്റിംഗ് ഓഫ് വർക്ക്. നമുക്ക് ഒരൊറ്റ പ്രാവശ്യം വർക്ക് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ പല സ്ഥലത്തും നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റും. കാരണം ആ ഡ്രില്ല് നമുക്ക് എങ്ങോട്ട് മുന്നോട്ടോ പുറകോട്ടോ വശങ്ങളിലേക്ക് നീക്കാൻ പറ്റും. ഹെവി ആൻഡ് ലാർജ് വർക്ക് പീസ്, വലിയ വർക്ക് പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പാർട്സൊക്കെ ഒന്ന് നോക്കുക, അതിൻ്റെ ഭാഗങ്ങൾ ഒക്കെ നോക്കി അറിയാൻ പറ്റും. ദ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസ് എ റേഡിയൽ ആം ഓൺ ദ ഹെഡ് ഓഫ് മൗണ്ടഡ്. അതിൻ്റെ ഹെഡിൻ്റെ മുകളിൽ ഒരു റേഡിയൽ ആം ഉറപ്പിച്ചിട്ടുണ്ട്. ദ സ്പിൻഡിൽ ഹെഡ് ക്യാൻ ബി മൂവ്ഡ് അലോങ് ദ റേഡിയൽ ആം ആൻഡ് ലോക്ക്ഡ് അറ്റ് അനദർ പൊസിഷൻ. ഈ പറഞ്ഞ റേഡിയൽ ആം നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത. ദി ആം ഈ സപ്പോർട്ടഡ് ബൈ എ പില്ലർ. അതിൻ്റെ ആം സപ്പോർട്ട് ചെയ്തൊരു പില്ലറാണ്. ഇത് ഹെവി ഡ്യൂട്ടി വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന വലിയ റൗണ്ട് ഷേപ്പിലുള്ള പില്ലറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് അബൌട്ട് ദ പില്ലർ സെൻറ്റർ. ഈ പില്ലറിന് മുകളിൽ എങ്ങനെ വേണം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ആം. ദെർഫോർ ദ ഡ്രിൽ സ്പിൻഡിൽ ക്യാൻ കവർ എൻ്റയർ വർക്കിംഗ് സർഫസ് ഓഫ് ദ ടേബിൾ. ഈ ടേബിളിൻ്റെ മുകളിൽ എവിടെ വേണമെങ്കിലും ഡ്രില്ല് എത്തിക്കാം നമുക്ക്, മുന്നോട്ടോ പുറകോട്ടോ വശങ്ങളിലോ നീക്കിയിട്ട്. ദ ആം ക്യാൻ ബി ലിഫ്റ്റഡ് ഓർ ലോവേഡ്. ആം എന്ന സാധനം മുകളിലേക്കും താഴത്തേക്കും നീക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ടും താഴോട്ടും വരും. ഒരു പ്രത്യേക മെക്കാനിസം ഈ ഇടത് ഭാഗത്തെ കോളത്തിൻ്റെ മുകളിൽ മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രത്യേകത. ഈ പ്രിക്കോഷൻസ് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് പറയുന്നത്. എൻഷുർ ദാറ്റ് ദ സ്പിൻഡിൽ ഹെഡ് ആൻഡ് ദ ആംസ് ആർ ലോക്ക്ഡ് പ്രോപ്പർലി ടു അവോയ്ഡ് വൈബ്രേഷൻ.
നമുക്ക് എപ്പോഴാണ് ഡ്രില്ലിങ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ലോക്ക് ചെയ്ത് വെക്കണം വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി. ദ വർക്ക് പീസ് ആൻഡ് ദ ഡ്രിൽ ഷുഡ് ബി റിജിഡ്ലി ഹെൽഡ്. വർക്ക് പീസും ഡ്രില്ലും ശരിയായി ഉറപ്പിച്ചിരിക്കണം. സ്വിച്ച് ഓഫ് ദ പവർ വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കാതെ സ്വിച്ച് ഓഫ് ആക്കി വെക്കണം. യൂസ് ദ ഡ്രിൽ ഡ്രിഫ്റ്റ് ഫോർ റിമൂവിങ് ഡ്രിൽസ്, ചക്സ് ആൻഡ് സോക്കറ്റ്. ഇതിൽ ഡ്രില്ലൊക്കെ നമുക്ക് അയക്കാൻ വേണ്ടി ഡ്രിൽ ചക്കും സോക്കറ്റ്സൊക്കെ ഉപയോഗിക്കാം. യൂസ് മിനിമം നമ്പർ ഓഫ് സോക്കറ്റ്സ് ആൻഡ് സ്ലീവ്സ് മേക്ക് സ്പിൻഡിൽ ബോക്സ് സൈസ്. നമുക്കറിയാം ഇതിൽ വലിയ ഹോളാക്കി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ഡ്രില്ലൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോക്കറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സോക്കറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എണ്ണം വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാം. ക്ലീൻ ദ ഓയിൽ ആൻഡ് മെഷീൻ ആഫ്റ്റർ യൂസ്. ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ക്ലീൻ ചെയ്യാം. സ്റ്റോപ്പ് ദ മെഷീൻ വെൻ റിമൂവ് സ്വാർവ്. ചിപ്സൊക്കെ ഒഴിവാക്കുമ്പോൾ മെഷീൻ ഓഫാക്കുക. യൂസ് ബ്രഷ് ടു ക്ലീൻ ചിപ്സ്. കൈകൊണ്ടിരിക്കുന്ന ക്ലീൻ ആക്കിയത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കാം. ഇതാണ് റെയിൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ പ്രത്യേകത. അടുത്ത ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം. ഗ്യാങ് ഒരു കൂട്ടം ഡ്രില്ലിംഗ് മെഷീൻ. ഒരൊറ്റ ടേബിളിന് മുകളിൽ കുറേ അധികം ഡ്രില്ലിംഗ് മെഷീൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരൊറ്റ വർക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഓപ്പറേഷൻ മാറി മാറി ചെയ്യാൻ പറ്റും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് ബേസ് സപ്പോർട്ടിംഗ് ബൈ എ ലോങ് ടേബിൾ. ഇതിന് വലിയ ബേസ് ഉണ്ടായിരിക്കും, വലിയ ടേബിൾ ഉണ്ടായിരിക്കും. ദ ടോപ്പ് ഓഫ് ദ ടേബിൾ ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് സെവറൽ യൂണിറ്റ്സ് ആർ ടു ബി മൗണ്ടഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ ടേബിളിൻ്റെ ടോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, ആ ഓരോ യൂണിറ്റ്സ് അതിന് മുകളിൽ മൗണ്ട് ചെയ്യാനും വേണ്ടി പറ്റും. കുറേ യൂണിറ്റ്സ് അതിന് മുകളിൽ മൗണ്ട് ചെയ്യുക. അതിനർത്ഥം എന്താ വെച്ചാൽ ഒരു ടേബിളിന് മുകളിൽ 5, 6, 8 ഒക്കെ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈച്ച് സ്പിൻഡിൽ ഈസ് ഡ്രിവൺ ബൈ ഇറ്റ്സ് ഇൻഡിവിജ്വൽ ഡയറക്ട്ലി കണക്റ്റഡ് മോട്ടർ. നമുക്ക് ഓരോന്നിനും ഓരോ മോട്ടറല്ല. അപ്പോൾ ഓരോ മോട്ടർ നമുക്ക് ഇഷ്ടമുള്ള RPM മാറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചെറിയ ഡ്രില്ലാണെങ്കിൽ ഡയമീറ്റർ കൂട്ടാം, വലിയ ഡ്രില്ലാണെങ്കിൽ ഡയമീറ്റർ കുറയ്ക്കാം. ദ ടേബിൾ ഹാസ് എ ഗ്രൂവ് അറൗണ്ട് ദ ഔട്ട്സൈഡ് ഓഫ് ദ റിട്ടേൺ ഓഫ് ദി കട്ടിംഗ് ലൂബ്രിക്കൻറ്റ് ആൻഡ് മേ ഹാവ് ടീ സ്ലോട്ട്സ് ഓൺ ദ സർഫസ് ഫോർ ദ ഈസ് ഇൻ ക്ലാമ്പിംഗ് വർക്കിംഗ് ഓഫ് ടേബിൾ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഗ്രൂവ് ഉണ്ട്. നമ്മൾ അതിൽ ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ കൂളൻ്റ് തണുക്കാൻ വേണ്ടിയുള്ള വെള്ളങ്ങളൊക്കെ ഒഴിച്ചാൽ അതൊരു ഭാഗത്തേക്ക് മാറി കിട്ടും. അതുപോലെ വർക്ക് ഹോൾഡ് ചെയ്യാനായിട്ടൊരു ടീ സ്ലോട്ട് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിതിന് എളുപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒറ്റ വർക്കിൻ്റെ മുകളിൽ ഒരു 15 mm ഡ്രില്ല് വേണം, 10 mm ഡ്രില്ല് വേണം, 8 mm ഡ്രില്ല് വേണം, 6 mm ഡ്രില്ല് വേണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പഴയ സിസ്റ്റത്തിൽ ആദ്യം ഡ്രില്ല് ഫിറ്റ് ചെയ്യണം, പിന്നെ ആ ഡ്രില്ല് ഊരണം, പിന്നെ അടുത്ത ഡ്രില്ല് ഫിറ്റ് ചെയ്യണം, അടുത്ത് ഊരണം. ഇതാണ് അതിൻ്റെ ആവശ്യമില്ല. ഈ 5 ഡ്രില്ലിൽ 5 തരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ആദ്യം സെറ്റ് ചെയ്തേക്കാം. പിന്നെ ഇതൊന്ന് കഴിഞ്ഞ് അടുത്തേക്ക് പോകാം. ഇത് ഉപയോഗിക്കുന്നത് മാസ് പ്രൊഡക്ഷൻ കമ്പനികളാണ്. മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഉൽപ്പന്നം തന്നെ കൂടുതൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്താണ് വേറെ സ്പീഡ് കിട്ടും വർക്കിന്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉപകരണങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ. അടുത്ത ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീനാണ് പറഞ്ഞു. ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ദിസ് ടൈപ്പ് ഓഫ് മെഷീൻ ഈസ് ജനറലി പ്രിഫേർഡ് വെൻ വർക്ക് ടു ബി മൂവ്ഡ് ഫ്രം സ്പിൻഡിൽ ടു സ്പിൻഡിൽ സക്സസീവ് ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു സ്പിൻഡിൽ നിന്ന് വേറെ സ്പിൻഡിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് വർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു ഉപകരണമാണ് ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഒരു ഇതിൽ വെക്കുന്നു, അത് ചെയ്യുന്നു, അടുത്ത മാറി മാറി ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. ഇനി അടുത്ത് മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ. ആ പേര് കേട്ടാൽ അറിയാൻ പറ്റും. മൾട്ടി സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്പിൻഡിലുകൾ. സാധാ ഇപ്പോൾ നമ്മൾ കണ്ട ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഒരു മെഷീൻ ഒരു സ്പിൻഡിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു സ്പിൻഡിൽ ഒരു ഡ്രില്ലേ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഡ്രില്ലിംഗ് മെഷീനിൽ കുറേ അധികം സ്പിൻഡിലുണ്ട്. ഓരോ സ്പിൻഡിലും നമുക്ക് ഡ്രില്ല് മാറി മാറി വ്യത്യസ്ത അളവിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഡ്രില്ല് മാത്രമല്ല, അതിന് മുകളിൽ റീമിങ്ങോ ത്രെഡിങ്ങോ ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. ദ മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻസ് മേ ബി അനി ഓഫ് ദി സ്പിൻഡിൽസ് ഫ്രം 4 to 48. 4 മുതൽ 48 വരെ ഡ്രില്ലൊക്കെ നമുക്ക് ഒന്നിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. The multiple spindle-headed drilling machines are specially designed for the mass production operations such as drilling, reaming, tapping and many holes at one time in a specific unit of work such as automobile engine work. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാസ് പ്രൊഡക്ഷൻ കമ്പനിയിലാണ്. ഉദാഹരണമായിട്ട് ഒരു ഓട്ടോമൊബൈൽ എൻജിൻ ബ്ലോക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എൻജിൻ ബ്ലോക്ക് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ബ്ലോക്കിൻ്റെ ഇടയിൽ ഒരു 5-8 സ്ഥലത്ത് നമുക്ക് ഡ്രില്ല് ചെയ്യണം. ഈ 8 സ്ഥലത്ത് ഡ്രില്ല് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ഥലത്താണ് ഡ്രില്ല്. അപ്പോൾ അത് നമ്മൾ എൻജിൻ ബ്ലോക്ക് സെറ്റ് ചെയ്തിട്ട് ആദ്യം ഈ ഓരോ ഡ്രില്ലിൻ്റെ സ്ഥലം കറക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്യും. എടുത്ത് നമ്മൾ ഓണാക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം ഈ ഡ്രില്ല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയം 5-6 ഡ്രില്ല് ഒരുമിച്ചുണ്ടാവും. അപ്പോൾ നമുക്ക് സമയം വളരെ ലാഭമാണ്.
ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഹോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടി സ്പിൻഡിൽ ഹെഡ് ഡ്രില്ലിംഗ് മെഷീൻ. ദ മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ ഈ സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ദ മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം തന്നെ കൂടുതൽ ഉണ്ടാക്കുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ എഞ്ചിൻ്റെ ഒരു ഗാസ്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി, അവർക്ക് അത് മാത്രമാണ് കമ്പനി. അതേമാതിരി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്, അവരത് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഒരു മുട്ടുസൂചി ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അവർ മുട്ടുസൂചി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഒരു ദിവസം 1,00,000, 5,000, 10 ലക്ഷമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഒരു പ്രത്യേകത. Designed for mass production operations such as drilling, reaming, tapping many holes time in the specific unit of work such as an automobile engineer work. അപ്പോൾ ഈ ഒരേ സമയം കൂടുതൽ ഡ്രിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വേണം ഒന്നിൽ ഡ്രിൽ ചെയ്യുക, ഒന്നിൽ റീം ചെയ്യുക, ഒന്നിൽ ത്രെഡ് ചെയ്യുക, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ പ്രത്യേകത. There may be 2 or more drill heads or one machine each many spindles. അപ്പോൾ ചിലപ്പോൾ 1-2 ഹെഡ് ഉണ്ടാവും, അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് നിറയെ ഡ്രില്ലേഴ്സ് ഉണ്ടാവും. When holes are drilled from one more direction, holes 1-2 ഡയറക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഓൺ ദ ടോപ്പ് ഓഫ് ദി സൈഡ് എൻഡ് ഓഫ് ദി വർക്ക്. അപ്പോൾ മുകളിൽ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചായിരുന്നു. ഏതൊക്കെ ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചാണ് പറഞ്ഞത്? പ്രധാനമായിട്ട് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ. സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ 2 എണ്ണത്തിലുണ്ട്. ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീനും പില്ലർ ഡ്രില്ലിംഗ് മെഷീനും. ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ 12.5 വരെ ഉപയോഗിക്കുന്ന ലൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ. വർക്ക് ബെഞ്ചിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നു. പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ തറയിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി വർക്ക് ഉപയോഗിക്കുന്നു. അടുത്തത് നമുക്ക് വർക്ക് ടേബിളിന് മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന റേഡിയൽ ആം ഡ്രില്ലിംഗ് മെഷീൻ. അതിന് റേഡിയൽ ആം ഉണ്ടാവും. ആം 2 ഭാഗത്തേക്ക് മുകളിലേക്ക് താഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഡ്രില്ല് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അടുത്തത് ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഒരു ഡ്രില്ലിംഗ് മെഷീൻ്റെ കൂട്ടാണുള്ളത്. ഡ്രില്ലിംഗ് മെഷീൻ്റെ കൂട്ടം എന്ന് പറഞ്ഞാൽ കുറേ ഡ്രില്ലിംഗ് മെഷീൻ ഒരു ടേബിളിന് മുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നിന് മുകളിലും ഓരോ ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റും. ഇത് മാസ് പ്രൊഡക്ഷൻ കമ്പനിയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡ്രില്ലിംഗ് മെഷീനുകളിൽ ധാരാളം സ്പിൻഡിൽസ് ഉണ്ട്. അവർ ഒറ്റ പ്രസ്സിങ്ങിന് മുകളിൽ ഒരു പ്രാവശ്യം ഡ്രില്ല് താഴ്ത്തുമ്പോൾ 5-10 ഡ്രില്ല് ഒരേപോലെ ആയിരുന്നു. അപ്പോൾ ഡ്രില്ലിംഗ് കുറിച്ചുള്ള ക്ലാസ് എല്ലാവർക്കും കരുതുന്നു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ്.